നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയെ പറ്റിയിട്ടാണ്. ആദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്ന ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെയാണ്. ലഡാക്ക് മുതൽ അരുണാചൽ, ഇപ്പം ലഡാക്ക് എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ആണ് ലഡാക്ക് കാണപ്പെടുന്നത്. വടക്ക് പടിഞ്ഞാറ് ലഡാക്ക് മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെയാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചിരിക്കുന്നത്. അപ്പം ലഡാക്ക് മുതൽ അരുണാചൽ പ്രദേശ് വരെ, വടക്ക് പടിഞ്ഞാറ് മുതൽ വടക്ക് കിഴക്ക് വരെയാണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. അടുത്ത് അവിടെ കാണുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ലഡാക്കും ജമ്മുവാണ് അവിടെ കാണുന്ന രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ. പിന്നെ ഉത്തരപർവ്വത മേഖലയെ പറ്റി പറയുകയാണെങ്കിൽ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അതിരായ ഉത്തരപർവ്വത മേഖല. അപ്പൊ പാമീർ എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അപ്പൊ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ ഈ ഭാഗമാണ്. അപ്പം ഇവിടെ ഇന്ദിരാ പോയിന്റ്, ഇവിടെ ഇന്ദിരാ കോള്, ഇവിടെ ഇന്ദിരാ പോയിന്റ്, ഇവിടെ ഗുഹാർ മോത്തി, ഇവിടെ കിബിത്തു. അപ്പം ഇവിടെ പൂർവാഞ്ചൽ വരുന്നത് ഇവിടെയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ അതിരുകൾ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് പൂർവാഞ്ചൽ വരുന്നത്. അപ്പം അങ്ങനെയാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അടുത്ത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ, ഇപ്പം പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചിറങ്ങുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് ഏകദേശം 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചിറക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് ഏകദേശം 150 to 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും അതുപോലെ ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രദേശമാണ് ഉത്തരപർവ്വത മേഖല. അപ്പം തണുപ്പേറിയതാണ് ഹിമാനികളിൽ നിന്നാണ് ഇന്ത്യയിലെ ഹിമാലയൻ നദികളൊക്കെ ഉത്ഭവിക്കുന്നത്. പിന്നെ കൊടുമുടികളുണ്ട്, ഉയരമേറിയ കൊടുമുടികളുണ്ട്. പിന്നെ അതുപോലെ തന്നെ താഴ്വരകളും നിറഞ്ഞ ഭൂപ്രദേശമാണ്